കൈസഹായ പ്രവർത്തനം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു അഖില കേരള പദ്ധതിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ മുന്നിൽ നിർത്തി ഈ കോൺഗ്രസ് BJP ഡീൽ മറച്ചുവെച്ചെങ്കിലും ബാക്കിയുള്ള ഇടങ്ങളിൽ അത്ര ശ്രദ്ധ പാർട്ടി നേതൃത്വം എടുത്തില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൊല്ലം പരവൂർ നഗരസഭയിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് 20 വോട്ട് മാത്രമാണ്. ബാക്കി വോട്ട് മുഴുവൻ പോയത് BJP സ്ഥാനാർത്ഥിക്ക്. ഇതിന്റെ മറ്റൊരു ചിത്രം കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് കാണാൻ പറ്റും. BJP ജയിച്ച 7 ഡിവിഷനുകളിൽ കോൺഗ്രസിന്റെ വോട്ട് നില കഴിഞ്ഞ തവണത്തിൽ നിന്നും ക്രമാതീതമായി ഇടിഞ്ഞു. കോൺഗ്രസ് ജയിച്ച 12 ഡിവിഷനുകളിൽ ഇതേ വോട്ടിടിവ് BJPയുടെ കണക്കിലും കാണാം. ഐക്കരക്കോണത്ത് ഇത്തവണ താമര വിരിഞ്ഞത് പുനലൂർ പാലം വഴി കോൺഗ്രസിന്റെ കൈപിടിച്ചുകൊണ്ടാണ്. ഇത്തിക്കര, കല്ലുവാതുക്കൽ, പെരിനാട് എന്നിവിടങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് വോട്ടിന്റെ ബലത്തിലാണ്. കൊല്ലം പോലെ ഇടതുപക്ഷത്തിന് ഉറച്ച വോട്ടുള്ള മേഖലയിൽ കോൺഗ്രസും BJPയും കൈകോർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. സംഘപരിവാർ കോൺഗ്രസ് സഹകരണത്തിന് കൊല്ലം മറ്റൊരു ഉദാഹരണമാണ്. കൊടുത്താൽ കൊല്ലത്തും വോട്ട് കിട്ടുമെന്ന ആപ്തവാക്യമാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നത്. തിരുവനന്തപുരം